വീട്ടിൽ റേഷൻ അരി ഉണ്ടോ? എന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു റെസിപ്പി. റേഷൻ അരിയും റാഗിയും വെച്ചൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടോ ഞാനിന്ന് വന്നത്. ഉണ്ണിയപ്പം ഇതുപോലെ ചെയ്തെടുത്താൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇനി റേഷൻ അരി കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈവനിങ് കുട്ടികൾക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കും, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു 2 കപ്പ് റേഷൻ അരി ഇട്ട് കൊടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി എടുക്കണം. ഏകദേശം ഒരു 2-2.5 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കാണ്ട്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കണേ. വേറൊരു പാത്രം എടുക്കുക, അതിലേക്ക് ഒരു 2 കപ്പ് റാഗി ഇട്ട് കൊടുക്കണേ. ഇതിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ തന്നെ മാറ്റി വെക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ മാറ്റി വെച്ച അരി ഒന്ന് എടുത്ത് നോക്കാം. അരി ഇതുപോലെ ഇങ്ങനെ കുതിർത്ത് വന്നാൽ ഇതിലെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അരക്കാൻ ആവശ്യത്തിനുള്ള ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഗ്രൈൻഡറിലാട്ടോ അരച്ചെടുക്കുന്നത്, അപ്പം നല്ലപോലെ പേസ്റ്റായിട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റാഗിയും കൂടി അരച്ചെടുക്കണേ. ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കണം. ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 8 ക്യൂബ് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഇതൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. അത്യാവശ്യം തിക്കായിട്ട് വേണം കേട്ടോ, കാരണം ഓവറായിട്ട് ലൂസായാലും നമ്മൾ മൊത്തത്തിലുള്ള ബാറ്ററി ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഇങ്ങനെ കുറുക്കിയെടുക്കണേ. ഈ ഒരു ടൈം ആകുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ മാറ്റി വെക്കണേ. പിന്നെ വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയ അരമുറി തേങ്ങാട്ട് എടുത്തത്. നല്ലോണം ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണേ. ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കണേ. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ശർക്കര പാനി ഒന്ന് അരിച്ചെടുക്കാണ്ട്. അതിലെന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ച് വലിയൊരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരി ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ. അതിലേക്ക് അരച്ച് വെച്ച റാഗിയും കൂടി ഇട്ട് കൊടുക്കുക. റാഗി നല്ലപോലെ ഫൈനായിട്ട് അരയേണ്ട, കുറച്ച് ഇങ്ങനെ തരി പോലെ വേണം. ഇതിലേക്ക് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശർക്കര പാനിയോ എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഇതുപോലെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ശർക്കര പാനിയം വേണ്ടെങ്കിൽ കുറച്ച് ശർക്കര പാനി ഒഴിച്ച് ബാക്കി പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. കുറച്ചും കൂടി ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ കംപ്ലീറ്റ് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണേ. അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത തേങ്ങക്കൊത്ത് ഒഴിച്ച് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. നല്ല തിക്കാവരുത്, ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം കേട്ടോ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഇനി നല്ല തിക്കാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് ചൂട് വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഗീയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലത്തെ ഒരു തവി എടുക്കുക, എന്നിട്ട് ഓരോ ഹോളിൽ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു സൈഡ് കുക്കായി കിട്ടും. ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒന്ന് സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മറിച്ച് കൊടുക്കണേ. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണേ. ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കായിട്ട് വരും. എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി വെക്കുമ്പോൾ വെന്തിട്ടുണ്ടോ എന്ന് കൺഫേം ആക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പം കൂടി ചുട്ടെടുക്കണേ. ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഈ ഒരു ഉണ്ണിയപ്പത്തിന്. നല്ലൊരു ഹെൽത്തി റെസിപ്പിയും കൂടിയാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. റാഗിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. വെറും 4 ചേരുവ വെച്ചിട്ടാട്ടോ ഈ ഒരു ഉണ്ണിയപ്പം റെഡിയാക്കി എടുത്തത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പി വേണ്ടവർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.